നമസ്കാരം, ഞാൻ ഉമാശങ്കർ എഴുമാടി. US മീഡിയ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ നെല്ലിക്കാറ്റ് നെല്ലിക്കുളങ്ങര ക്ഷേത്രത്തിലാണ്. നാളെ ഇവിടുത്തെ പൂരം ആഘോഷിക്കുകയാണ്. പൂരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇവിടുത്തെ ക്ഷേത്രം ഭാരവാഹി രവിചേട്ടൻ നമ്മളോട് പറയും. നമസ്കാരം ചേട്ടാ, എന്തൊക്കെ അറേഞ്ച്മെൻറ്റുകളാണ് ചെയ്തിട്ടുള്ളത്? നാഗലശ്ശേരി പഞ്ചായത്തിൻ്റെയും തിരുമിറ്റക്കോട് പഞ്ചായത്തിൻ്റെയും അതിർത്തിയിലാണ് ഈ ക്ഷേത്രം നിൽക്കുന്നത്. അതായത് കട്ടിൽമാടം ഭാഗത്തിൻ്റെയും പെട്ടിക്കട ഭാഗത്തിൻ്റെയും ഉള്ളിലായിട്ട്. ഈ ക്ഷേത്രം ഇവിടെ പണ്ട് ഒരു രാമൻ നായർ എന്ന് പറഞ്ഞ ആളാണ് പൂജിച്ചിട്ടുണ്ടായിരുന്നത്. ആ പൂജ നിത്യപൂജ ഇല്ലാണ്ടായിരുന്നത്. അത് ഈ മണ്ഡല മാസത്തെ 41 ദിവസം വെള്ളരി ഇടുക മാത്രമേ ഉണ്ടായിരുന്നു. അതിനുശേഷം 1993-94 കാലഘട്ടത്തിലെ ഇവിടുത്തെ നാട്ടുകാരെ എല്ലാവരും ചേർന്നുകൊണ്ട് ഈ ക്ഷേത്രം ഇങ്ങനെ പോരാ, ഇതിൽ ആഘോഷങ്ങൾ കാര്യങ്ങൾ വേണം, പൂജാതി കർമ്മങ്ങൾ വേണം എന്നൊരു കമ്മിറ്റി രൂപീകരിക്കുകയും താൽക്കാലികമായി നിത്യപൂജ ആരംഭിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷെ പല കാരണം കൊണ്ട് നീണ്ടു നിന്നു. എന്നാൽ 1994 മുതൽ നമ്മൾ പൂരാഘോഷം തുടങ്ങി. ഈ പൂരാഘോഷത്തിൽ അന്നും ഇന്നും ഒരാന അതുപോലെ മറ്റുള്ള കാര്യങ്ങളായിട്ട് നമ്മൾ പൂരം കൊണ്ടുപോകാറ്. 5 വർഷം കൂടുമ്പോൾ 3 ആനയും അതുപോലെ തന്നെ മറ്റുള്ള കുറച്ചുകൂടെ പൂരത്തിന് മോടി കുറച്ചുകൂടെ കൂട്ടുകയും ചെയ്യും. 5, 10, 15 ഇങ്ങനെ 20 വർഷം വരെ കൊണ്ടുപോകാൻ പറ്റി. പിന്നീട് ആനകളുടെ ഈ എഴുന്നള്ളിക്കാനുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ ഇപ്പോൾ കുറച്ചു കാലമായിട്ട് ഒരു ആനയെ എഴുന്നള്ളിപ്പിച്ചാണ് ഇവിടെ കാര്യങ്ങൾ നീക്കുന്നത്. ഇപ്പോൾ ഇവിടെ 2 നേരം പൂജയുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ക്ഷേത്രത്തിൻ്റെ ഒരു നവീകരണം നടന്നു. ആ നവീകരണം നടന്ന സമയത്ത് ഈ ക്ഷേത്രം ആകെ കാട് പിടിച്ച അവസ്ഥയായിരുന്നു. കാട് പിടിച്ച് ആകെ പുൽക്കാടുകളൊക്കെ ആയിരുന്നു. ഇവിടെ ഒരു മാതൃസഭയുടെ നേതൃത്വത്തിൽ, അതായത് ഇവിടുത്തെ റിട്ടയർഡ് AEO വിലാസിനി ടീച്ചറും അതുപോലെ തന്നെ ഇവിടുത്തെ ശ്രീദേവി അമ്മയും അവർ നേതൃത്വം നൽകിയ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ഇവിടെ പുനരുദ്ധാരണ പ്രവർത്തനം നടക്കുകയും അങ്ങനെ ഈ ക്ഷേത്രത്തിൽ മൊത്തം ടൈൽസ് ചെയ്യുകയും ക്ഷേത്രത്തിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഈ ക്ഷേത്ര കമ്മിറ്റി പുനരുദ്ധാരണ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ അരവിന്ദനും അതുപോലെ തന്നെ ശ്രീ ജിത്തും അതുപോലെ ശ്രീ രാമകൃഷ്ണനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പേരെന്താ അല്ല നമ്മുടെ ഇവിടുത്തെ പറക്കൂത്ത് മണിയേട്ടൻ ജയദേവൻ, പറക്കൂത്ത് ജയദേവൻ, അതുപോലെ തന്നെ പടിഞ്ഞാറപ്പാട്ട് പ്രകാശ്, ജയചന്ദ്രൻ, പീളുകുന്ത് ഉണ്ണി, അങ്ങനെയുള്ള ആളുകളുടെ ഒരു കൈമൈ മറന്നുള്ള ആ അന്നത്തെ അധ്വാനത്തിൻ്റെ ഫലം ഇപ്പോൾ ഈ വിധത്തിലൊക്കെ ആയി. ഇപ്പോൾ 2 നേരം പൂജ നടക്കുന്നുണ്ട്. പൂജയ്ക്ക് ഇപ്പം മലയാളികളെ കിട്ടാത്ത ആ ഒരു പ്രശ്നത്തിൽ തൽക്കാലം അന്യ സംസ്ഥാനക്കാരൻ മധ്യപ്രദേശുകാരൻ ഒരാളാണ് പൂജിക്കുന്നത്. വർഷങ്ങളായിട്ട് ഇവിടെ ഒരാനയെ എഴുന്നള്ളിക്കാറെന്ന് പറഞ്ഞു. ഈ വർഷം എന്തൊക്കെയാണ് ഈ വർഷത്തെ പരിപാടികൾ എന്ന് പറഞ്ഞാൽ ദേവസ്വം കമ്മിറ്റിയുടെ ഒരാന പഞ്ചവാദ്യം, അതുപോലെ തന്നെ ശ്രീമതി ജയ കൃഷ്ണദാസ് അവതരിപ്പിക്കുന്ന ഒരു തായമ്പക, കൂടാതെ രാത്രി കൊല്ലം തപസ്യ കലാസംഘം അവതരിപ്പിക്കുന്ന ഒരു ശ്രീഭൂതനാഥം ബാലെ, കൂടാതെ സഫ്രോൺ ആർമി കട്ടിൽമാടം, സംഘം പൂരഘോഷ കമ്മിറ്റി കട്ടിൽമാടം, സംഘം പൂരഘോഷ കമ്മിറ്റി കൂട്ടുപാത, അതുപോലെ തന്നെ പുനർജനി